ഹേയ് വെൽക്കം ബാക്ക് ഓൾ. അങ്ങനെ നമ്മൾ ഏറെ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഈവനിങ് റൈഡ് കേട്ടോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഒരു സൺസെറ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നതാണ്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റുമെന്നറിയില്ല. എല്ലാം നിലവിൽ വെയിലാണ്. എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഏകദേശം 25 കിലോമീറ്റർ ശേഷം നമ്മൾ വൈക്ക് എത്തി കേട്ടോ. അപ്പോൾ ഓൺ ദ വേ തലയോലപ്പറമ്പൊക്കെ നല്ല ബ്ലോക്കായിരുന്നു, പിന്നെ നല്ല വെയിലും. അപ്പോൾ ആ ഒരു വിഷ്വൽസ് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എടുത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ വൈക്കത്തുനിന്ന് കുമരകം റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉണ്ടോ നമ്മുടെ ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഒരു സൺസെറ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ ഈ സമയം 5:30 ആകുന്നു. അപ്പം ഒരു 1 hour കൊണ്ട് നമുക്കൊരു 6:30 മുന്നേയൊക്കെ ആയിട്ട് നമ്മുടെ ലൊക്കേഷനിൽ എത്താമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ ആ ഒരു സൺസെറ്റ് കളറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമേ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കുമരകമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ കറക്റ്റ് ലൊക്കേഷൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ ഒരു 2-3 തവണയൊക്കെ നമ്മൾ ബൈക്കിനും കാറിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, പക്ഷേ ലൊക്കേഷൻ്റെ പേരറിയില്ല. അപ്പോൾ അവിടെ ഒരു വാക്വേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വാക്വേ നേരെ ചെന്ന് തീരുന്നതാണ് നമ്മുടെ ഈ സ്പോട്ട് എന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയ കുരിശുപള്ളിയും കാര്യമൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര മോശം വഴി കേട്ടോ. കാര്യം പറഞ്ഞാൽ ടാർ കിട്ടാൻ അധികമൊന്നും ആയിട്ടില്ല, പക്ഷെ അതിനുള്ളിൽ തന്നെ ഈ ഒരു മഴ കഴിഞ്ഞപ്പം നല്ല കുഴിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഓഫ് റോഡായിട്ട് MGB കൊണ്ടൊക്കെ ഒന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി കേട്ടോ. ഇതുപോലെ ഇടയ്ക്ക് നല്ല വഴികളുണ്ടാവും. അപ്പോൾ ഈ ഒരു നല്ല വഴി കണ്ടിട്ട് നമ്മൾ സ്പീഡ് ചവിട്ടി പോകുമ്പോഴായിരിക്കും നല്ല വലിയൊരു കുഴി വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ റോഡ് ബൈക്ക് കൊണ്ടൊക്കെ പോകുമ്പോഴേ വലിയ വണ്ടികളുടെ പുറകെ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല വഴി കാണുമ്പോൾ നമ്മളൊന്ന് ചവിട്ടി വിടും, അപ്പോഴേക്കും പെട്ടെന്നൊരു കുഴി വരുന്നത് കേട്ടോ. ഓൾറെഡി ചെറിയ വഴിയാണ്, വലിയ ലോറികൾ പോകുന്നുണ്ട്, അത്യാവശ്യം ബ്ലോക്കും ഉണ്ട്. അതിൻ്റെ കൂടെ ഇതേ കറക്റ്റ് പാലത്തിൻ്റെ അവിടെ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയിട്ടോ. ഇനിയിപ്പോൾ അവിടെ വൻ ബ്ലോക്കായിരിക്കും. വെച്ചൂര് ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ. വെച്ചൂരിൽ നിന്നാണ് നമ്മൾ ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയത്തിന് തിരിയുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നല്ല വഴികളൊക്കെ കേട്ടോ. ഇവിടെ നിന്ന് കുമരകം വരെ നമുക്ക് വൈഡ് സൈഡിൽ ഇതുപോലെ മരങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല വൈബ് റൂട്ട് എന്ന് വേണേൽ പറയാം. ഇച്ചിരി തിരക്കും കുറവാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ പാടമൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാം കേട്ടോ. നല്ലൊരു കാഴ്ചയാണ്. പക്ഷെ നമ്മളിപ്പോൾ അവിടെ നിർത്താൻ പോയാൽ നമുക്ക് സൺസെറ്റ് മിസ്സാവും. അങ്ങനെ പറഞ്ഞ പോലെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നിർത്താണ്ട് പോകാൻ തോന്നിയില്ല കേട്ടോ. അപ്പം ഇവിടെ കാര്യം പറയാൻ നല്ല രസമാണ്. ഒരു പച്ചപ്പും ദൂരെ ഒരു തെങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സണ്ണൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു റേസും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ എന്ന് പറയാം. എന്തോ നോക്കി ആ ഒരു പച്ചയിലേക്കൊക്കെ ആ ഒരു സൺറൈസ് അടിച്ചിട്ട് ആ കളറിങ്ങനെ തെറിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുമരകം റൂട്ട്. ഇനിയിപ്പം ലേറ്റ് ആക്കണില്ല കേട്ടോ. സമയം 5:53
നമ്മൾ കുമരകം ബോട്ട് ജെട്ടി കഴിഞ്ഞിട്ടുള്ള റൈറ്റ് ആട്ടോ എടുത്തത്. ബോട്ട് ജെട്ടി ആ ഒരു പാലം കഴിഞ്ഞിട്ട് വരുന്ന റൈറ്റ് എടുത്തു. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററുടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അവസാനം വന്ന സമയത്ത് ഈ വഴിയൊക്കെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇപ്പം നല്ല ടാറൊക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഒരു കുരിശുപള്ളിയൊക്കെ ഉള്ളൊരു സ്ഥലം. വഴി ഒരു കൺഫ്യൂഷൻ വന്നു, അപ്പോൾ ഞാൻ ചോദിച്ചാട്ടോ. അപ്പോൾ അവിടെ വരെ നല്ല ടാറിങ്ങുള്ളൂ. ഇത് കുറച്ച് മോശം വഴിയാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സൺസെറ്റ് കളറേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ 2 വീലർ അല്ലെങ്കിൽ 4 വീലറൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊരു പേ ആൻഡ് പാർക്ക് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കൊരു സൺസെറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്കൊരു സൺസെറ്റ് കളേഴ്സൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് റിട്ടേൺ അടിക്കാം കേട്ടോ. അപ്പോഴത്തെ സമയം 7:23 അപ്പോൾ ഇത്ര നേരം നമ്മളിവിടെ ഇരിക്കുമായിരുന്നു. ഇവിടെ ഒരു ചെറിയ കലിങ്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വന്ന സമയത്ത് കുറച്ച് 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ പോയി കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ചെറിയ കാറ്റൊക്കെ കൊണ്ടിട്ട് ഒരു പ്രത്യേക വൈബാട്ടോ. പ്രത്യേകിച്ച് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ലൊക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കുരിശുപള്ളി ഇട്ടിട്ട് പോരാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം എന്താണേലും തിരിച്ച് പോയേക്കാം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലെ ചവിട്ടിയാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് ചവിട്ടി പോകുന്ന കുറച്ച് റിസ്ക്കാണ്. കാരണം ഇടയ്ക്ക് കുറച്ച് നമ്മുടെ ഈ ഇൻ്റർലോക്കൊന്നും ഇല്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ സൈക്ലിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ട് അതിലെ ചവിട്ടുവാണെങ്കിൽ എങ്ങനെ തെന്നിപ്പോയാൽ നേരെ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടുന്ന് മാറുമ്പോഴത്തേനും ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണേലും തള്ളിക്കൊണ്ട് പോകാം. പിന്നെ അത് ഇടയ്ക്കൂടെ ഇങ്ങനെ ബോട്ട് കിട്ടിയേക്കുന്ന കയറുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള കയറാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മുടെ ചെറിയ ടയേഴ്സ് ആയതുകൊണ്ട് തെന്നാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ എന്താണെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ ചവിട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ വരെ 43 കിലോമീറ്റർ ആട്ടോ. അപ്പം ഇനി എന്താണെങ്കിലും നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് 100 ആക്കി ചെല്ലാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, പോയേക്കാം. ഇടയ്ക്കൂടെ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പയ്യെ ജമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകണം.